പാത്ത് ബ്ലർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. ആൻഡ് ദിസ് ഈസ് ഡേ 8 ഓഫ് 30 days ഓഫ് ഫോട്ടോഷോപ്പ് ഫോർ ബിഗിനേഴ്സ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ലെയറിൽ പോകുക, ടെക്സ്റ്റിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ദെൻ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് Ctrl+T പ്രസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേഴ്സ്പെക്റ്റീവ് കൊടുക്കുക. ടെക്സ്റ്റ് ലെയറിനെ നമുക്കൊന്ന് ചെറുതായിട്ട് വാർപ്പ് ചെയ്യണം, ലൈക്ക് ദിസ്. ദെൻ ടെക്സ്റ്റ് ലെയറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. താഴെയുള്ള ലെയർ സെലക്ട് ചെയ്യണം. ഫിൽറ്റർ ബ്ലർ ഗാലറിക്കകത്തുള്ള പാത്ത് ബ്ലർ ആഡ് ചെയ്യുക. പാത്ത് ബ്ലർ കൊടുക്കുമ്പോൾ സെന്റേർഡ് ബ്ലർ ഓൺ ആയിരിക്കും, അതൊന്ന് ഡിസേബിൾ ചെയ്യണം. ലെയറിൽ നമുക്ക് ബ്ലർ പോയിന്റ് ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. ടാപ്പർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബ്ലെൻഡ് ആയി വരുന്നത് കാണാം, ഒരു 3D ലുക്ക് കിട്ടും. ആവശ്യമുള്ളത് നമ്മൾ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ആൻഡ് ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ പാത്ത് ബ്ലർ കൊടുത്ത ലെയറിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് എപ്പോൾ വേണോ നമുക്ക് ഈ ഒരു പാത്ത് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലർ ഗാലറിയിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് ടെക്സ്റ്റിനും അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനും ഇതുപോലെ പാത്ത് ബ്ലർ കൊടുക്കാൻ പറ്റും. സോ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സേവ് ചെയ്തോ. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി പേജ് ഫോളോ ചെയ്തോ. ബൈ.